ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ തലയിൽ വരച്ചത് വരുള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഒരു മുഖവരില്ലാണ്ട് എന്നോട് പറയും ചെയ്യും, ശ്രീനിവാസന്റെ മൂന്നാമത്തെ മകനാണ് രൂപേഷ്. ചില സിനിമകളിൽ പോയി കഴിഞ്ഞാൽ തീർത്താൽ മതി എന്നൊരു വിചാരം നമുക്ക് ആർക്കെങ്കിലും വരാറുണ്ട്. കുറ്റം പറഞ്ഞതല്ല, പക്ഷേ സത്യം. പക്ഷേ അനുഷിനോട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സംഭവം നമ്മൾ അറിയില്ല. നമ്മൾ എന്താ പറയുക, എഫേർട്ട് ഇടുകയാണെങ്കിൽ പോലും അത് സ്ക്രീനിൽ കാണില്ല എന്ന് പറഞ്ഞ സംഭവമില്ല. ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. ഞാൻ ആ ഫാമിലിയുടെ ഭയങ്കര ക്ലോസാണ്. കാരണം ഞാൻ സംവിധാനം ചെയ്ത 2 പടത്തിൽ ശ്രീനേട്ടനുണ്ടായിരുന്നു. പിന്നെ ആ 2 സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ധ്യാനോട് ഈ പ്രാവശ്യം പറഞ്ഞു, ഇപ്പോഴാണ് കോറം തികഞ്ഞ ആ ക്ലബ്ബ് തീരുമാനിക്കുകയാണ് ഇവിടെ കല്യാണം നടത്തിയിരിക്കും. അങ്ങനെയല്ല, ഈ നിയമം പൊളിക്കാൻ വേണ്ടി ഈ പറയുന്നത് പോലെ ഒരു കല്യാണം നടത്തിയേ പറ്റൂ. അപ്പൊ അങ്ങനെ കാർത്തിക് ശങ്കറിന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ക്ലബ്ബാണ്. ഹലോ എവരിവൺ, ടുഡേ വി ഹാവ് രൂപേഷ് പീതാംബരൻ. ഹായ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്നതിനേക്കാളും തോമസ് ചാക്കോ എന്നുള്ള പേരാണല്ലേ എല്ലാവരും ഇങ്ങനെ. സത്യം പറഞ്ഞാൽ അതിനെ അങ്ങ് കയറ്റി വെക്കാനുള്ള കഥാപാത്രം നമുക്ക് ചെയ്യണ്ടേ? അല്ല, അങ്ങനെയല്ല. ഇതൊക്കെ കേസെന്ന് പറയും, ആ സിനിമ ഭയങ്കര ലെജൻഡറി സിനിമയാണ്, ഭയങ്കരമായിട്ട് സക്സസ് ആയ സിനിമയാണ്. അപ്പം നമ്മൾ ഈ ലെജൻഡറി സിനിമയിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്നും നമ്മുടെ കൂടെ യാത്ര ചെയ്യുമെന്ന് പറയില്ലേ, അങ്ങനെ ആണ് ഞാനതെന്നെ കാണുന്നത്. ഞാൻ അതിനുശേഷം അഭിനയം എന്താ പറയുക, സ്പടികത്തിന് ശേഷം പിന്നെ അഭിനയിക്കാൻ പോയിട്ടില്ല. പിന്നെ സംവിധാനം എഴുത്തൊക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇതിൻ്റെ ഇടയിൽ പിന്നെ മെക്സിക്കൻ അപാരതയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ ആൾക്കാർക്ക് സ്പടികം മെക്സിക്കൻ അപാരതയിലൂടെയാണ് എന്നെ തിരിച്ചറിഞ്ഞപ്പോഴും. സ്പടികം എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റുള്ള സാധനം, ഇപ്പോഴും ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുക ഇൻ എ ഗുഡ് വേ. അപ്പോൾ എന്താ പറയുക, ഈ പറയുന്നത് പോലെ എനിക്ക് അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ അതൊരു അസറ്റാണ് എന്നെ സംബന്ധിച്ചോളം. ഇപ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്, പക്ഷെ ഇപ്പോഴും ഞാൻ മറ്റേ ലാലേട്ടൻ്റെ ചെറുപ്പക്കാരൻ എന്ന ആ ലൈനിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ, ഒന്ന് കയറ്റി വെക്കാനുള്ള ഒരു കഥാപാത്രം? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ മെക്സിക്കൻ അപാരതയിൽ അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് ഭയങ്കര വിജയമായ സിനിമയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു റെക്കഗ്നേഷൻ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ തലയിൽ വരച്ചത് വരുള്ളൂ. നമ്മൾ ശ്രമിക്കാം, പക്ഷേ എത്ര ശ്രമമാണെന്നുണ്ടെങ്കിലും അപ്പോൾ എന്താ പറയുക, വിധിച്ചതേ വരൂ എന്ന് പറയില്ല. അപ്പോൾ നോക്കാം, ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല. നമ്മുടെ പുതിയ ശേഷം വത്സല ക്ലബ്ബാണ്. എങ്ങനെയാണ് ഈ വത്സല ക്ലബ്ബിലേക്ക് എത്തുന്നത്? വത്സല ക്ലബിൻ്റെ സംവിധായകൻ അനുഷ് മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ആദ്യം ചെയ്ത സിനിമയുണ്ട്, അത് ഡയറക്റ്റ് OTT റിലീസായിരുന്നു. ഹുഡു എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഞാൻ പോയി അഭിനയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അനുഷ്, എല്ലാം സംവിധായകരുടെയും ആഗ്രഹമാണ് ഒരു പടം ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അനുഷ് പിന്നെ അടുത്ത പടം ഈ പറയുന്ന വത്സല ക്ലബ്ബ് തിയേറ്ററിക്കൽ റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അത് എന്നോട് കൂടെ നിൽക്കുമോ, ഞാൻ ഉറപ്പായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംവിധായകൻ, പക്ഷേ ഭയങ്കര ക്ലാരിറ്റിയുള്ള സംവിധായകൻ അനുഷ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൽ വന്ന് പെടുന്നത്. പക്ഷേ എന്താ പറയുക, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അനുഷിൻ്റെ കൂടെ ഇനിയും പടം ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ല, അതാണ് എൻ്റെ ഏറ്റവും. നമ്മൾ ഷൂട്ട് തുടങ്ങിയതും തീരുന്നതും അങ്ങനെ അറിയില്ല. നമ്മൾ ചില സിനിമകളിൽ പോയി കഴിഞ്ഞാൽ തീർത്താൽ മതി എന്നൊരു വിചാരം നമുക്ക് ആർക്കെങ്കിലും വരാറുണ്ട്. കുറ്റം പറഞ്ഞതല്ല, പക്ഷേ സത്യം. പക്ഷേ അനുഷിനോട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സംഭവം നമ്മൾ അറിയില്ല. നമ്മൾ എന്താ പറയുക, എഫേർട്ട് ഇടുകയാണെങ്കിൽ പോലും അത് സ്ക്രീനിൽ കാണില്ല എന്ന് പറഞ്ഞ സംഭവമില്ല. ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. അപ്പം ഇവരുടെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഇനിയുണ്ട് പറയാം. ഇത് കുറേ കല്യാണം നാട്ടിൽ സ്ഥിരം നമ്മൾ കാണുന്നതാണല്ലോ. ചെറുപ്പക്കാരിങ്ങനെ കല്യാണം ആലോചിച്ച് തുടങ്ങുമ്പോൾ പണ്ടുണ്ടായിരുന്ന കഥകൾ വരെ വിളിച്ചു പറയുന്ന ഒരു നാട്ടുകാര്, അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളൊക്കെ തന്നെ. ഇത് ഒരു ഫിക്ഷണൽ ലാൻഡിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഫിക്ഷണൽ ലാൻഡ് എന്ന് പറയാൻ കാര്യം വെച്ചാൽ ആ ഗ്രാമത്തിൽ ആരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? കല്യാണം മുടക്കിയ ഗ്രാമത്തിൽ അവിടെ ഈ പറഞ്ഞ പഞ്ചായത്ത് പോലത്തെ ഒരു അസോസിയേഷൻ വരെയുണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി. എന്നിട്ട് ഇവരത് ഭയങ്കര എന്താ പറയുക, ആഡംബരത്തോടെ ഒരു ദണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അസോസിയേഷനിലത്തെ മെമ്പേഴ്സ് പ്രസിഡന്റ് മാറുമ്പോൾ ഈ ദണ്ട് കണ്ട് കൈമാറും. അതായത് കല്യാണം നടത്തിക്കാൻ നടത്തുന്ന പറയുന്നുണ്ട് ഉണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ തുടങ്ങുന്ന ഒരു പുതിയ പ്രവർത്തന പരിപാടിയാണ്. അപ്പം ഈ കല്യാണം നടത്തില്ല എന്ന് പറയുന്നത് എൻ്റെ മെയിൻ ക്യാരക്ടർ വിനീത് തട്ടലിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത് കാർത്തിക് ശങ്കർ. അപ്പം കാർത്തിക് ശങ്കറിൻ്റെ വരെ കല്യാണം നടത്തുന്ന ഒരു അച്ഛനാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഒരു ക്ലബ്ബിൽ ഒരു 5 പേരുണ്ട്. അപ്പോൾ അതിലെ ഒരാളാണ് ഞാൻ.
അപ്പോൾ ക്ലബ്ബ് തീരുമാനിക്കുകയാണ് ഇവിടെ കല്യാണം നടത്തിയിരിക്കും. അപ്പോൾ അതായത് പെണ്ണ് കിട്ടാതെ കുറേ നാൾ കല്യാണാലോചന നടന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണോ? അങ്ങനെയല്ല, അതിൽ ഈ നിയമം പൊളിക്കാൻ വേണ്ടി ഈ പറയുന്നത് പോലെ ഒരു കല്യാണം നടത്തിയേ പറ്റൂ. അപ്പോൾ അങ്ങനെ കാർത്തിക് ശങ്കറിൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ക്ലബ്ബാണ് നമ്മൾ. പണ്ട് ഇവിടെ വേറെ സംഭവം വെച്ചാൽ പണ്ട് ഈ പറയുന്ന പോലെ ക്ലബ്ബ് കല്യാണം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്നും ലൈഫ് ലോങ് ബാൻ കിട്ടി ഒരാൾക്ക്. ഇങ്ങനത്തെ ഒരു കളി. അപ്പോൾ ഇതൊരു ഫൺ എൻ്റർടൈനറാണ്. നമ്മൾ ലോജിക്ക് ഇത് നോക്കിയിട്ട് കാണരുത് ഞാൻ പറയും. പക്ഷേ ഇറ്റ്സ് ഗുഡ് എൻ്റർടൈനർ. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര ക്യാൻവാസിലുള്ള ജൈജാൻറ്റിക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് മാത്രമല്ല, കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് പറ്റിയ സിനിമകളും കൂടി വരണം. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പണ്ട് പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ, കുഞ്ഞിരാമായണം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വെക്കാൻ പറ്റുന്നൊരു സിനിമയാണ് മത്സരമുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഫാമിലി ആയിട്ട് തിയേറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 മണിക്കൂർ കണ്ട് പൊട്ടിച്ചിരിച്ച് തിരിച്ച് കിട്ടുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നും ഇല്ല. ഇറ്റ്സ് എ ക്ലീൻ എൻ്റർടൈൻ, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ ഈ സിനിമയിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഇതിലിപ്പോൾ മല്ലിക സുകുമാരൻ, മല്ലിക ആൻറ്റി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അല്ലല്ല, അത് പടം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതല്ല, അപ്പോൾ മല്ലിക ആൻറ്റിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മല്ലിക ആൻറ്റിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ധ്യാൻ്റെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എടുത്ത് നിൽക്കുന്ന ഒരു ആൾ വേണം. അപ്പോൾ ധ്യാൻ ഇത് കേട്ടപ്പോൾ ധ്യാനിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ധ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 ദിവസം വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും അത് നമുക്ക് ഒഴിച്ചെടുത്താൻ പറ്റില്ല. അതേ പറഞ്ഞു, നമ്മളൊരു ഫോർ എ സേക്ക് ഓഫ് ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് നിർത്തുന്ന പരിപാടിയല്ല. അതായത് ഈ പറയുന്ന അവർക്ക് ചെയ്യാനുണ്ട് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോള്. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, ഇപ്പോൾ ഞാൻ ധ്യാനോട് പറഞ്ഞു, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് റോളാണ് ധ്യാനിൻ്റെ റോള്. അപ്പം എനിക്കത് കയറി ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി. കാരണം വെച്ചാൽ ധ്യാനിൻ്റെ ഒരു സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ആണല്ലോ. അപ്പോൾ ഞാനത് അപ്പോൾ ഞാനല്ല ധ്യാനോട് സംസാരിച്ച ഡയറക്ടർ തന്നെയാണ്. ഞാൻ ആ ഫാമിലിയുടെ ഭയങ്കര ക്ലോസ്. കാരണം ഞാൻ സംവിധാനം ചെയ്ത 2 പടത്തിലും ശ്രീനേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ആ 2 സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ധ്യാനോട് ഈ പ്രാവശ്യം പറഞ്ഞു, ഇപ്പോഴാണ് ആ കോറം തികഞ്ഞ. കാരണം ധ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആ കോറം തികഞ്ഞു. വെരി എക്സ്ട്രീംലി ക്ലോസ് ടു ഫാമിലി. ഈ പറഞ്ഞ പോലെ തന്നെ ധ്യാനത് പറയുന്നതെന്ന് വെച്ചാൽ ശ്രീനേട്ടൻ എപ്പോഴും പറയുന്ന സമയത്ത് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ഇവരെടുത്ത് പറയും. അപ്പോൾ ധ്യാനാണെന്നുണ്ടെങ്കിൽ അത് ഒരു മുഖവരില്ലാണ്ട് എല്ലാവരും പറയും ചെയ്യും. ശ്രീനിവാസൻ്റെ 3ാമത്തെ മകനാണ് രൂപേഷ്. എനിക്ക് വലിയൊരു അംഗീകാരം. കാരണം ഞാൻ സിനിമയിലോട്ട് നമ്മൾ എഴുത്തും സംവിധാനം തുടങ്ങിയ സമയത്ത് ആസ് എ റൈറ്റർ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു റൈറ്ററാണ് ശ്രീനേട്ടൻ, ആസ് എൻ ആക്ടർ ടു. പക്ഷേ എന്നോട് ചോദിക്കുകയാണ് എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആദ്യം ലോഹിദാസ്, പിന്നെ ശ്രീനിവാസൻ, പിന്നെ പത്മരാജൻ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു ലിസ്റ്റ് എപ്പോഴും പോകാറ്. എനിക്ക് അത്രയും റെസ്പെക്ട് ഉള്ള ഒരാളാണ്. എന്താ കാര്യം പറയും, മൂന്ന് ഘടകങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോഹി സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിപ്പോകും. ഇപ്പോൾ ഇമോഷണൽ സാധനം മൂപ്പരുടെ ഏത് പടം എടുത്തോ, മൂപ്പര് സ്ക്രിപ്റ്റ് എഴുതി ഏത് സിനിമ എടുത്തോ അതിൽ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര ഒരു വെയിറ്റേജ് ഉണ്ട്. ഒന്ന്, ശ്രീനേട്ടൻ്റെ സ്ക്രീൻ പ്ലേ ഡ്രൈവ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ നാടോടി കാറ്റായിക്കോട്ടെ, അപ്പോൾ അങ്ങനെ ഏത് സിനിമ ആയിക്കോട്ടെ, നമ്മളത് മുമ്പ് ചെയ്ത സിനിമകളൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേ ഡ്രിവനാണ്. തിരക്കഥ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ തിരക്കഥ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കഥ എഴുതി കഥ നമ്മൾ പറയുമ്പോൾ ആ കഥയ്ക്കൊരു ഒരു വേ ഉണ്ട്. പക്ഷേ തിരക്കഥ അങ്ങനെയല്ല. തിരക്കഥ എന്ന് പറയുന്നത് നമ്മൾ സീൻ ബ്രേക്ക് ചെയ്യണം, കോമഡിക്ക് സീൻ ബ്രേക്ക് ചെയ്യണം, ഇമോഷണൽ സീൻ ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചത് ശ്രീനിവാസൻ പടങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ പത്മരാജൻ സാറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ യുണീക്ക് കോൺസെപ്റ്റ്സ്, മനസ്സിലായി, യുണീക്കായുള്ള കോൺസെപ്റ്റ്സ് ഇങ്ങനെ രസകരമായിട്ട് പറയുന്നു എന്നാണ്. അപ്പോൾ ഈ മൂന്ന് വ്യത്യസ്തമായ സാധനം. അപ്പം ഞാനിതാണ് 3 പേരിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബെഞ്ച് മാർക്കായിട്ട് ഞാൻ എപ്പോഴും വെക്കാറ്. ഞാനൊരു തിരക്കഥ എഴുതുന്ന സമയത്ത് അതിൽ ഇമോഷൻ ഉണ്ടാവണം, രസം ഉണ്ടാവണം, എൻ്റർടൈനർ ആയിരിക്കണം, യൂണീക്നെസ് ഉണ്ടാവും. ഈ 3 പേരിൽ നിന്നാണ് ഞാനത് ബെഞ്ച് മാർക്കായിട്ട് വെച്ചിരിക്കുന്നത് പഠിക്കാൻ വേണ്ടി. അല്ല, മെക്സിക്കൻ ഭാരത 2017 ഇറങ്ങി. 18 എന്താ പറയുക അങ്കരാജ്യത്ത് ജിമ്മന്മാരിറങ്ങി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞൽദോയിലാണ് വരുന്നത്. അല്ല, അത് കഴിഞ്ഞിട്ട് ഹുഡു, ഈ അനുഷ് മോഹൻ്റെ OTT പടം ഉണ്ടല്ലോ, ഹുഡു റിലീസായി. ഇപ്പോഴത്തെ വത്സല ക്ലബ്ബ് ഞാൻ ചെയ്യണതല്ല. എന്താ കാര്യം വെച്ചാൽ സംഭവിച്ചാൽ ഞാനിങ്ങനെ എല്ലാ പടത്തിലും പോയി അഭിനയിക്കാറില്ല. പറഞ്ഞാൽ
ഓഫേഴ്സ് വേറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനെന്തെങ്കിലും വേണ്ട, വെറുതെ പോയി നിന്നിട്ട് കാര്യമില്ല. കുഞ്ഞൽദോയിൽ ആകെ 3 സീനുള്ളൂ. പക്ഷേ 3 സീനിൽ എനിക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും എനിക്ക് ഞാൻ ചെയ്ത പരിപാടി എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സിനിമയിൽ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ വത്സര ക്ലബ്ബിൽ എന്തെങ്കിലും ചെയ്യാൻ വേണം. അപ്പോൾ വത്സര ക്ലബ്ബിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പടം കാണാൻ മനസ്സിലാവും. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ ഞാനുണ്ട്. പക്ഷേ ഞാൻ ഒന്നും മിണ്ടാത്ത ക്യാരക്ടറാണ്. അവർ മിണ്ടാണ്ടിരിക്കുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യം കൂടിയാണ് എക്സാക്ട്ലി എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ അത് വേറൊരു കൈൻഡ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ എനിക്ക് ചില സമയത്ത് വീർപ്പ് കൊണ്ടു. അപ്പോൾ ഞാൻ അല്ല അങ്ങനെയല്ല. അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒട്ടും ഡയലോഗ് ഇല്ല എന്നല്ല ഉണ്ട്, പക്ഷേ ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ അനുഷ്ഠൻ്റെ അടുത്തെന്ന് പറയും, നിങ്ങൾക്ക് ഡയലോഗ് ഇല്ലാതിരിക്കരുത്, ഇതൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ. എനിക്ക് ആദ്യം പിടികിട്ടില്ല. 3-ാമത്തെ 4-ാമത്തെ ദിവസമായിട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോകണ്ടായിരുന്നു. ഇപ്പോൾ പടം കാണുമ്പോൾ അത് വളരെ നന്നായി എന്ന് പറയും. അപ്പോൾ ഇപ്പം ഞാൻ അനുഷ്ഠനോട് പറയുമ്പോൾ ഉള്ള ഡയലോഗ് കൂടി കട്ട് ചെയ്ത് കളയായിരുന്നെങ്കിൽ നന്നായി കുറച്ചുകൂടി അങ്ങനെ അല്ല. ഞാൻ സത്യം പറയട്ടെ, അതാണ് ഏറ്റവും പാടുതിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഡയലോഗ് ഉണ്ടെങ്കിൽ ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മൂത്ത് സാധനം ചെയ്തുകൊണ്ടേയിരിക്കണം, കാണിച്ചുകൊണ്ടേയിരിക്കണം. ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഒന്നുമില്ല. അപ്പോൾ അവിടെയാണ് കൂടുതൽ ശ്രദ്ധ പോകാൻ പോണത് എനിക്കറിയാം. പാടാ. അപ്പോൾ ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയല്ല. ഓഫേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ വരുന്നതൊന്നും അത്രയും എക്സൈറ്റിങ്ങും അല്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ എഴുത്തും സംവിധാനം സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സംവിധാനം ചെയ്ത സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മിക്കവാറും അത് ഈ കൊല്ലം അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ റിലീസ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ചെറിയ സിനിമ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഇനി ആരെയും വിളിക്കുകയാണെങ്കിൽ പോയി അഭിനയിക്കാണ്ടിരിക്കുന്നില്ല കേട്ടോ, ജീവിക്കട്ടെ. എഴുത്ത് സംവിധാനമാണ് കൂടുതൽ ഞാൻ പാഷനേറ്റ് ആയിട്ട് കാണുന്നൊരു പരിപാടി. പക്ഷേ ഈ പറയുന്നത് പോലെ എന്തൊക്കെ കേസ് പറയും, നമുക്ക് എപ്പോഴും ഈ തിയേറ്ററിക്കൽ സിനിമ എന്ന് പറയുമ്പോൾ താരങ്ങളുടെ ഡേറ്റിലാണ് പടം ചെയ്യാൻ പറ്റും. അപ്പോൾ താരത്തിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവരും തിരക്കാം. ഇപ്പോൾ ധ്യാനോട് തന്നെ നമ്മൾ ഡേറ്റിൻ്റെ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ അവന് അടുത്ത 1.5 കൊല്ലത്തേക്ക് ഡേറ്റ് ഉണ്ടാവില്ല. അത്രമാത്രം പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പടം എന്ന് പറയുമ്പോൾ 30-40 ദിവസം കൊണ്ടാണ് തീരുക. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത സിനിമ 2 കൊല്ലം കഴിഞ്ഞ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചിലപ്പോൾ അതിൻ്റെ അതേപോലത്തെ അതേ ജോണറിൽ വേറെ പരിപാടി ഇറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ ആക്ടേഴ്സ് പറയും നമ്മൾ ചെയ്യണോ, ചെയ്തിട്ടുള്ള കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ സംസാരം വരും. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് എന്താ പറയുക, എപ്പോഴാണ് പടം സംവിധാനം ചെയ്യാൻ പറ്റുക എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ടേൺ എടുത്തിട്ട് ഡിജിറ്റൽ പരിപാടിയായിട്ട് പോകാമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള എഴുത്തും സംവിധാനവും ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് വിട്ടുകളയാനും പറ്റില്ല. പക്ഷെ അറ്റ് സെയിം ടൈം നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന ഓഫീസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ചെയ്യും, അതും ചെയ്യും. പാടാണ്, പക്ഷെ എന്താ പറയുക, ചെയ്തേ പറ്റൂ, വേറെ വഴി. ഈ ഡയറക്ടർ ആയതുകൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, ഡിറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേ ഈ സിനിമ ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇത് ഞാനത് ചെയ്യില്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ആ സാധനം ഞാൻ കട്ട് ചെയ്തിട്ടാണ് അഭിനയിക്കാൻ വേണ്ടി ഞാൻ പോകാറുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല. എന്താ കേസ് വെച്ചാൽ ഞാൻ ഈ എഴുത്തും സംവിധാനമൊക്കെ എൻ്റെ തലയിൽ എപ്പോഴും കയറിയെന്ന് വെച്ചാൽ സ്ഫടികത്തിൽ അഭിനയിക്കുന്ന സമയം തൊട്ട് എൻ്റെ തലയിൽ കയറി. കാരണം അന്ന് ബദനങ്ങൾ ഫാമിലി ഫ്രണ്ടാണ്. ഇപ്പോൾ എസ് കുമാർ പിന്നെ വില്യം സാർ ഇവരാണ് ക്യാമറ ഡീൽ ചെയ്തത്. 2 പേരായിരുന്നു, രണ്ട് ഷെഡ്യൂളായിട്ടും. അപ്പോൾ കുമാരങ്ങളായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഇവരാണ് ഒരു സീൻ, നമ്മൾ അറിയാമല്ലോ, നമ്മൾ സീൻ വായിക്കുന്നു, ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യുക, ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുക എന്ന് ഞാൻ മാറി നിന്ന് എപ്പോഴും കാണുന്നൊരു കാര്യം. എങ്ങനെയാണ് ഫ്രെയിം കമ്പോസ് ചെയ്യേണ്ടത് എന്ന് കുമാരങ്ങൾ പഠിപ്പിച്ചു തരും. ഒരു സീൻ എങ്ങനെയാണ് ആക്ടേഴ്സിനെ കൊണ്ട് എനാക്ട് ചെയ്യിപ്പിക്കേണ്ടത് ബദനങ്ങൾ പറഞ്ഞു തരും. എനിക്ക് അങ്ങനെയാണ് ഈ പ്രാന്ത് തലയിൽ കയറിയത്. അപ്പം ഞാൻ പക്ഷേ എഗെയിൻ ഞാൻ അന്നോട്ട് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുമ്പോൾ ആസ് എൻ ആക്ടർ നമ്മളൊരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ യു നീഡ് ടു സറണ്ടർ, എന്താ പറയുക, കംപ്ലീറ്റ്ലി ആസ് എൻ ആക്ടർ ടു ദ ഡയറക്ടേഴ്സ് വിഷൻ. ഇപ്പോൾ തീവ്രത്തിൽ ദുൽഖറിൻ്റെ ഫൈനസ്റ്റ് പെർഫോമൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നാട്ടിൽ പറയാറുണ്ട്. അതെന്താ കാര്യം, ദുൽഖർ ഹാസ് സറണ്ടർഡ് ഹിംസെൽഫ് ആസ് എൻ ആക്ടർ ടു മീ കംപ്ലീറ്റ്ലി. എൻ്റെ വിഷന് വേണ്ടി അവൻ സറണ്ടർ ചെയ്തു എന്ന് പറയില്ലേ, അതാ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ദുൽഖറിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് തീവ്രത്തിൽ എന്താ പറയുക ജ്യൂസ് ഔട്ട് ചെയ്യാൻ പറ്റിയത്. ഇതേപോലെ തന്നെയാണ് എന്താ പറയുക ആസിഫും ടൊവീനോ എന്താ പറയുക യൂട്യൂബ് റൂട്ടസിൽ ചെയ്ത് അവരെ എൻ്റെ വിഷന് സറണ്ടർ ചെയ്തു. അപ്പോൾ അവർ നല്ല ആക്ടേഴ്സ്. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് അത് സ്ക്വീസ് ഔട്ട് ചെയ്യാനും പറ്റി എനിക്ക്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ ഐ നീഡ് ടു സറണ്ടർ ടു ഡയറക്ടേഴ്സ് വിഷൻ. ഒരു സംശയമില്ല. അപ്പോൾ അവരെന്താ പറയുക നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മളല്ല സിനിമ കാണണ്ട, അവരാണ് സിനിമ കാണുന്നത്. അവർ കണ്ട സിനിമയിൽ നമ്മൾ ഭാഗമായിട്ട് പോവുക എന്നാണ്. ഫിലിം മേക്കർ എന്ത് പറയുന്നു അത് ചെയ്യാന്നുള്ള
അതങ്ങനെയാണ് വേണ്ടത്. കാരണം വെച്ചാൽ ഞാൻ പല സ്ഥലം, ഞാൻ ആരും പേര് പറയുന്നില്ല, പല സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ടേഴ്സിൻ്റെ ഇൻറ്റർഫിയറൻസ് ഭീകരമാണ്. അത് ഭയങ്കര വെച്ചിട്ട് ഇവർ അങ്ങനെ ഒരു ഒന്നും അല്ലാത്തവരെ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതേ പറയാം, പേര് പറയാം, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്താൽ പെട്ടെന്ന് ആളുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു റിലേറ്റീവ്ലി പേരുള്ളൊരു നടൻ, പക്ഷെ സ്റ്റാറും ഒന്നുമല്ല. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ എടുത്ത് പറഞ്ഞാൽ നമുക്ക് ആ ഷോട്ട് ഇങ്ങനെ വയ്ക്കും, അങ്ങനെ വയ്ക്കും, ഇങ്ങനെ വയ്ക്കും. അപ്പം ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ്, ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മുനു നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, നീ വന്ന് അഭിനയിക്കുക, അവനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യും, പ്രശ്നം തീർക്കും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇത് നിന്നത്, മനസ്സിലായോ? കാരണം ഇത് ഭയങ്കര അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഡയറക്ടറിൻ്റെ വിഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും പാടില്ല. അപ്പോൾ ഭയങ്കര ഹിറ്റ് ആയിരുന്നു കേട്ടോ. ഇത് ചോദിച്ചോ, സ്റ്റാറല്ല, ഇപ്പോഴും സ്റ്റാറല്ല. അതെ പറഞ്ഞേ, ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല, സ്റ്റാറല്ല, ഇപ്പോഴും സ്റ്റാറല്ല. ഇത് എനിക്ക് പറ്റിയ ഡയലോഗ്, തലയിൽ മുടിയില്ല, ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതിൽ അഭിനയിച്ച നായകൻ ഇപ്പൊ സൂപ്പർ സ്റ്റാർ. ഇനി ഊഹിച്ചോ, ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ തീവ്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും, അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ മിക്കവാറും അതൊക്കെയാണല്ലോ എഴുത്തുകാരുടെ ക്രിയേറ്റിവിറ്റിയും ബാക്കി വരും. ഈ തീവ്രം എന്ത് കണ്ടിട്ട് വന്ന സിനിമ, അല്ലെങ്കിൽ എവിടുന്ന ഈ ഒരു ശരിക്കും ഉണ്ടായ ഒരു സംഭവം. ഞാൻ ബാംഗ്ലൂരിലാണ്, ഞാൻ എൻ്റെ കോളേജ് പിന്നെ വർക്കൊക്കെ ചെയ്തത് ഞാൻ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ അപ്പോൾ ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ കോൾ സെൻറ്ററിലാണ് വർക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ അവിടെ ആ കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന സമയത്താണോ ഒന്നും അറിയില്ല, ഇത് ഭയങ്കര ന്യൂസായിട്ട് പോയ സംഭവം. കോൾ സെൻറ്റർ എംപ്ലോയീസിന് നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ. ഇപ്പോൾ രാത്രി 10 മണി 12 മണിക്കൊക്കെയാണ് പിക്ക് ചെയ്യുക വീട്ടിൽ നിന്ന്. എന്നിട്ട് ഇവരെ ജോലിയും കഴിഞ്ഞിട്ട് രാവിലെ 10 മണിയൊക്കെ നമ്മൾ വീട്ടിലോട്ട് വരിക. ഞാൻ വരെ വർക്ക് ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടീനെ ഒരു ഡ്രൈവർ കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്ന്, എന്നിട്ട് ബോർഡറിൽ കൊണ്ടിട്ട് മറവ് ചെയ്തു, എന്നിട്ട് അവസാനം അയാളെ പൊക്കി. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ന്യൂസായ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഭയങ്കര ക്ലോസ്ലി ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ട് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുലർച്ചെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈവറിനെ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി അയാളെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി ഈ ഹോസ്പിറ്റലിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ആൾക്കാരെ കാണിക്കാണ്ട്, കാരണം ഇത് ഭയങ്കര സെൻസേഷണൽ ഒരു കേസാണ്. ഈ ഹോസ്പിറ്റലിലോട്ട് ഉള്ളിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഈ മരിച്ചുപോയ കൊച്ചിൻ്റെ ബ്രദർ ഈ ആൾ ഓടി ഒന്ന് ബാക്കിൽ നിന്ന് ഇയാളൊരു പിടുത്തം പിടിച്ചു, മനസ്സിലായി. എന്നിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വെടിയിച്ച. ഇതാണ് തീവ്രത്തിൽ നിങ്ങൾ കാണുന്ന സീക്വൻസ്. കോടതിയിൽ നിന്നും ദുൽഖർ ഓടി വന്ന് അനുമോഹൻ അങ്ങനെ കയറി പിടിക്കുന്ന സാധനം ഞാൻ ലൈവായിട്ട് വിറ്റ്നസ് ചെയ്ത സംഭവം. ആ കഥയാണ് തീവ്രത്തിലത്തെ മെയിൻ കോർ കഥ. അപ്പം ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതിയ ഒരു തിരക്കഥയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് എന്താ പറയുക, കാമുകൻ കാമുകി കല്യാണം കഴിക്കുന്നു, അവസാനം ഇങ്ങനെ സംഭവിക്കുന്നു, ഇവർ റിവെഞ്ചെടുക്കുന്നു എന്ന് പറയുന്നൊരു പരിപാടി ഇങ്ങനെ ഞാൻ അങ്ങനെയാണ് എഴുതി വെച്ചത്. പക്ഷേ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഇതിലൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം ആൾക്കാർ പടം തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ മനസ്സിലാവും ക്ലൈമാക്സ് ഒക്കെ സംഭവിക്കാം ഇല്ല. അപ്പം ഞാൻ അപ്പോൾ ആണ് ഇതിനൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻ പ്ലേ ഞാൻ റിവേഴ്സായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒറ്റ നറേഷനിൽ തന്നെ ദുൽഖർ എന്നോട് പറഞ്ഞു നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൈ തന്നു. അങ്ങനെയാണ് പടം ഓണായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലത്തെ ആദ്യത്തെ റിവേഴ്സ് സ്ക്രീൻ പ്ലേ ആയിരിക്കും. ഇന്ത്യയിൽ ഞാൻ പറയില്ല, കാരണം തെലുങ്കിലും കന്നഡയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ റിവേഴ്സ് സ്ക്രീൻ പ്ലേ ആയിരിക്കും ഇത്. തേർഡ് ആയിരിക്കും, കാരണം തെലുങ്കിൽ ഒന്ന് വന്നിട്ടുണ്ട്, കന്നഡയിലാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മൂന്നാമത്തെ ഫോർ ഷുവർ മലയാളത്തിൽ ഇത് ഇനി ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു കാര്യമുണ്ട്. കേസ് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേ, നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് പടം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീവ്രം ഭയങ്കര പ്രോഫിറ്റ് കിട്ടിയ സിനിമയാണ്. കാരണം അതൊരു 2 കോടിക്ക് പടം തീർന്നു. അന്ന് മഴവിൽ മനോരമയാണ് അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സും വാങ്ങിച്ചത്. അപ്പോൾ അവർ 2-2.25 കോടിക്ക് ഒരു സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങി. അപ്പോൾ ടേബിൾ പ്രോഫിറ്റിലുള്ള പടം ഇറങ്ങുന്നത് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് പടം ചെയ്യുന്ന സമയത്ത് അപ്പോൾ തിയേറ്ററിന് എന്ത് വന്നാലും പിന്നെ പ്രോഫിറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റ് പടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ റിസ്ക് കൈ പൊള്ളാൻ പാടില്ല. അല്ലാണ്ട് നമ്മൾ 30 കോടിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാളിക്കഴിഞ്ഞാൽ ആ 30 കോടി പോവുകയും ചെയ്യും. എല്ലാം അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തിയറി ഇതാണ്, എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദ ബഡ്ജറ്റ് ഇസ് വെരി ലോ, പക്ഷേ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. 2012 എന്ന് പറയുമ്പോൾ 2 കോടി എന്ന് പറയുമ്പോൾ ഡീസൻറ്റ് ബഡ്ജറ്റാണ്. ഇപ്പോഴാണ് 2 കോടി 2025 2 കോടി എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റ് ആയി മാറും. ഇപ്പോൾ യൂട്യൂബ് റൂട്ടീസ് നോക്കിക്കഴിഞ്ഞാലും ആ എക്സ്പെരിമെൻ്റ് ഉണ്ട്. കാരണം ആ ഒരു സമയത്ത് ആന്തോളജിയാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്, നമ്മുടെ 5 സുന്ദരികൾ അങ്ങനെ. അപ്പോൾ എനിക്ക് ആന്തോളജി ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഈ ആന്തോളജി ഐഡിയ എൻ്റെ കയ്യിലുണ്ട്, 5 കഥയുണ്ട്.
ചെറിയ ഷോർട്ട് സ്റ്റോറീസ്, പക്ഷെ എനിക്ക് ഒറ്റ സിനിമയായിട്ട് കാണിക്കണം. അപ്പം അങ്ങനെയാണ് ഞാൻ സ്ക്രീൻ പ്ലേയിൽ ഇത് ഒരൊറ്റ കഥയാണ്, പക്ഷെ മൾട്ടിപ്പിൾ ഇൻസിഡൻസ്. നെറ്റ്ഫ്ലിക്സ് ഒന്നും വന്നിട്ടില്ലല്ലോ, പിന്നീടാണല്ലോ വന്നത് 2015. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് വർക്കൗട്ടായി. കാരണം അതും ഈ പറയുന്ന പോലത്തെ 1.5 കോടി തീർന്നു, 1.25 കോടി സാറ്റലൈറ്റും പരിപാടി പോയി, തിയേറ്ററിൽ എന്തും അന്നേരം പ്രോഫിറ്റ്. സോ ഈ 2 പടം ഭയങ്കര സക്സസ് അല്ല, പക്ഷെ എന്നാലും പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഫോർ മീ ഇനി ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യില്ല, ഇനി ഡയറക്റ്റ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത ഇറങ്ങാനുള്ളൊരു സിനിമ ഫാമിലി ഡ്രാമയാണ്, ഒരു എക്സ്പെരിമെൻറ്റും ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ പോലെ സംഭവം. ഇനി ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാതും ഈ പറയുന്നത് പോലെ എക്സ്പെരിമെൻറ്റ്സ് അല്ല, കമേഴ്ഷ്യൽ പടങ്ങളായിരിക്കും സി. അതേ മറ്റേ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ പോലും ഞാൻ കമേഴ്ഷ്യൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ടാണ് തീവ്രം ചെയ്ത് ബ്രൂട്ടസും ചെയ്തത്. അപ്പോൾ അതുണ്ട് എനിക്ക് പ്രൊഡക്ഷനിൽ താല്പര്യമുണ്ടോ? ഞാനിപ്പോൾ ചെയ്ത ചെറിയ സിനിമ എന്ന് പറഞ്ഞില്ല, അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം സി അതെന്താ കാര്യം വെച്ചാൽ എനിക്ക് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഡേറ്റ് കിട്ടി പടം ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയ പരിപാടിയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരു പ്രൊഡക്ഷൻ വരികയും ചെയ്യണം. അപ്പോൾ എനിക്ക് എന്താ പറയുക, എന്തെങ്കിലും ചെറിയ സിനിമ ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാനും എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, കാരണം സാറ് എന്നെക്കാട്ടും വളരെ സീനിയറാണ്. ഞാൻ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ആർമുഖം സാർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഷൂട്ടും കഴിഞ്ഞ് ഇപ്പോൾ പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം തന്നെ നടക്കുന്നൊന്നുമില്ല, അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ റിലീസ് ചെയ്യാമെന്നൊരു പ്ലാനില്ല. പക്ഷേ എഗെയിൻ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇറക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോ സ്റ്റാർ കാസ്റ്റ് പടം ആണെന്നുണ്ടെങ്കിൽ തിയേറ്റർ സപ്പോർട്ട് ചെയ്യില്ല, നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാശ് ഭീകരമാണ്. അപ്പോൾ ഐ ഡോണ്ട് നോ, ഞാൻ ചിലപ്പോൾ ഒരു ഡയറക്റ്റ് OTT റിലീസ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ചെയ്ത വർക്ക് ലോകം കാണണം, നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നോക്കിയിട്ട് OTT റിലീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് അറിയില്ല എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം, വേറെ വഴി തുറന്നു കിട്ടുകയാണെങ്കിലോ. അല്ല, ഈ സ്റ്റാർഡത്തിന്റെ കാര്യം പറയുമ്പോഴേ ഏറ്റവും കുഞ്ഞിലെ ആ ഒരു സ്റ്റാർഡ് എന്നുള്ള സംഭവം കിട്ടിയതാണല്ലേ ചേട്ടൻ? അല്ല, സ്കൂളിലൊക്കെ എനിക്കൊരു ചേട്ടൻ പഠിച്ച സ്കൂളിൽ ചേട്ടനായിരുന്നില്ലേ സിനിമയിൽ അഭിനയിച്ചവര്? അയ്യോ, അവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര കലിപ്പായിരുന്നു തന്നെ കാണുമ്പോൾ. അതെന്തിനാ എനിക്കറിയില്ല, കിട്ടിയല്ലോ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. മറ്റേ സ്പടികത്തിൻ്റെ ഞാൻ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്പടികം റിലീസാവുന്നത്. 100 ദിവസം ഓടി. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ അവരവിടെ ഒട്ടിച്ചു. ഞാൻ നോക്കുമ്പോൾ പോസ്റ്ററിൽ എൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ട്, അതുമ്പോൾ മാത്രം ചാണകം തേച്ച് ഒട്ടിച്ചിരിക്കുക. ഇത്രയ്ക്ക് വിരോധമുള്ളതാണ് എനിക്കറിയില്ല. അപ്പം ഞാനിപ്പോൾ എന്ത് പറയുന്നത്, അപ്പോൾ അതല്ല. അപ്പം ഞാൻ പറഞ്ഞല്ലേ, സ്റ്റാർഡം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്നു എന്ന് പറയുന്നതാണ് വലിയൊരു സന്തോഷം. അതിപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ 40ാമത്തെ വയസ്സിൽ ഞാനിപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ സ്പടികത്തിൽ അഭിനയിച്ച ലാലേട്ട് ചെറുപ്പക്കാരൻ എന്ന് പറയുന്നൊരു സാധനം ഇപ്പോഴും ഉണ്ട്. എത്ര വർഷം മുമ്പുള്ള? അതെ, ഞാൻ 15ാമത്തെ വയസ്സിൽ ചെയ്ത സിനിമ ഇപ്പോൾ ആണെന്ന് ഇത്ര കൊല്ലത്തിന് ശേഷം ആൾക്കാർ ഇപ്പോഴും ആ സിനിമയിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം. പക്ഷേ സ്റ്റാർട്ടല്ല. സ്റ്റാർട്ടം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, തിയേറ്ററിൽ ഇപ്പം ഞാൻ പറഞ്ഞു വത്സര ക്ലബ്ബ് പടം ഇറങ്ങുന്നു, അതിൽ സ്റ്റാർഡം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒരു ഇനീഷ്യൽ പുള്ളെന്ന് പറഞ്ഞ സംഭവം, അതാണ് സ്റ്റാർഡം. അല്ലാണ്ട് അല്ല, നമ്മളിപ്പോ ഇൻഫ്ലുവൻസേഴ്സ് വരെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അവരൊക്കെ സ്കൂളിൽ ഭയങ്കര സ്റ്റാർസാ. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം. ഞാൻ ഓർത്ത് കുറെ പെൺപിള്ളേരൊക്കെ പുറകെ വന്ന് അവരൊക്കെ ഇങ്ങനെ ആരാധനയോടെയൊക്കെ ഇതിലൊന്നും ഒരു കാര്യമില്ല. എന്നെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു. അങ്ങനെയല്ല എൻ്റെ കേസ് പറയാം. ഞാനേ ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ സക്സസ്സും എന്താ പറയുക എല്ലാം കാണുന്ന ആൾക്കാരെടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇത് ഭയങ്കര ടെമ്പററി. ഈ കാണുന്ന മറ്റേ ഷോ ബിസിൻ്റെ ഗ്ലാമറും പരിപാടിയും കാര്യങ്ങളും അറ്റൻഷൻ ഇതൊക്കെ ടെമ്പററിയാണ്. എപ്പോഴും ചെയ്യണം എല്ലാവരും പറഞ്ഞ കാര്യം. അതേപോലെ എസ്പെഷ്യലി എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, കാരണം ഞാൻ എൻ്റെ അടുത്തത് ആരും പറഞ്ഞൊന്നുമില്ല. കാരണം നമുക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു 20s ഒരാൾക്ക് ഒരു ഭയങ്കര സക്സസ്സും ഫെയിമും കാശുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഹി റിയലി നീഡ്സ് ടു പ്ലാൻ ഫോർ ഹിസ് ഫ്യൂച്ചർ. മനസ്സിലായി? അല്ലാണ്ട് നമ്മൾ ആ ഒരു ഗ്ലോറിയിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നില്ല, അത് തീരും. ഒരു നാൾ ടക്കുന്ന സാധനം തീരും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആകെ ഒരു മഞ്ഞളിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യണം. വേണം. അത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് എന്താ ചെയ്യേണ്ടത്, അവരൊരു 10-20 ഇയറിന് പ്ലാൻ അവരുണ്ടാക്കി വെക്കണം. അപ്പോൾ ആ ഗോളിലോട്ട് അവരെത്തണം. യു നീഡ് ടു ഹാവ് എ ഗോൾ. അപ്പം ഗോളില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു അന്തമില്ലാത്തൊരു സാധനമായിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ പറയുമ്പോൾ മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഇവർക്കൊന്നും ഗോള് ഒരു നല്ല ഗോൾ ഉണ്ടായിരുന്നു. അവരുടെ ഗോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ഇത്രയും പ്രായത്തിനോട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇപ്പോഴും ഉണ്ട് അവർക്ക്. അതാണ് വേറൊരു രസം. ഇപ്പോഴും എന്ന് വെച്ചാൽ ആ 2 ആക്ടേഴ്സിന് ആ ഡ്രൈവ് ഉണ്ട് ഇപ്പോഴും. എനിക്ക് ചെയ്യണം. ഞാൻ നല്ല റീസെൻ്റായിട്ട് സത്യനന്ദിക്കാട് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ലാലേട്ടൻ സത്യൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ചെറിയ സിനിമ ചെയ്യാം, കോൺസെപ്റ്റ് ഡ്രിവൻ ആയിട്ടുള്ള ചെറിയ സിനിമ ചെയ്യാം, ഫീൽ ഗുഡ് മൂവി. മനസ്സിലായ? അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇന്ത്യൻ സിനിമയിലത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് മോഹൻലാൽ. അദ്ദേഹം
സത്യൻ സാറിൻ്റെ അടുത്ത് പറയാണ് നമുക്ക് ചെറിയ സിനിമ കോൺസെപ്റ്റ് ഡ്രിവൻ സിനിമ ചെയ്യാം എന്ന് പറയുമ്പോൾ അവരുടെ പാഷൻ ഫോർ ആക്ടിങ്, ഹൗ ഹംഗ്രി ഹീസ് എൻ ആക്ടർ എന്നുള്ള കാണുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഡ്രൈവ് ഞാൻ പുതിയ ആൾക്കാർ ആരും കാണാറുമില്ല. എല്ലാവരും ഈ ലൈം ലൈറ്റിന്റെ ഒരു അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ പോകും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ചേട്ടൻ്റെ അപ്പം അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല? അതായത് നമ്മൾ എന്തായാലും എനിക്ക് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇരിക്കും. അത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയതാണ്. അല്ല അങ്ങനെയല്ല, അങ്ങനെ സത്യം പറഞ്ഞു നമുക്ക് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും അച്ഛൻ പ്രൊഡ്യൂസർ, സിനിമയുമായി ബന്ധമുള്ള ആളാണ്. കാര്യം എൻ്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയിൽ പൊതുവെ എതിർപ്പുള്ള ആള്. ഇപ്പൊ ചോദിച്ചാൽ പോലും ഒരു പറയും വല്ല പണിക്ക് പോയിക്കൂടെ, ഇതൊരു ജോലിയായിട്ട്. പക്ഷെ അദ്ദേഹം പ്രൊഡ്യൂസറാണ്. അച്ഛൻ പടം പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ അന്ന് ഭദ്രങ്ങളിൽ അന്നത്തെ ഒരു കാലത്ത് ഒരു അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി പൂമുഖപ്പടി നിന്നെ കാത്തുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അച്ഛനും അച്ഛൻ്റെ വേറെ സുഹൃത്തും ജോസ് പടിഞ്ഞാറക്കര മരിച്ചുപോയി. ജോസങ്ങളും ഇവർ രണ്ടിനും കൂടി പടം പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പക്ഷെ അവരത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭദ്രങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ സമയത്ത് എനിക്ക് ഭദ്രങ്ങൾ 2-3 പടങ്ങൾ ഓടാണ്ട് ഒരു പടം കിട്ടാത്തൊരവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ഇവർ കഥ കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭദ്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഡ്രാമയായിരുന്നു. അപ്പോൾ പടം ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഭദ്രങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയായിരുന്നു അതല്ല അത്. പക്ഷേ അച്ഛന് താല്പര്യമില്ല, സിനിമ ഒന്നുമില്ല, കാണും എന്നല്ലാതെ മൂപ്പര് ഒരു ബിസിനസ്സായിട്ട് മൂപ്പര് അത് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. അപ്പം ഞാൻ സിനിമ എന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പോയപ്പോൾ ഈ പറയുന്ന മൂപ്പര് ഭയങ്കര എതിർപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇനി എനിക്ക് അടുത്തൊരു 10-20 കൊല്ലത്തേക്ക് ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ എല്ലാം യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ, സക്സസ് കാണുന്ന യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇപ്പോഴല്ല, നിങ്ങൾ അടുത്തൊരു 10-20 കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്യണം. വേ ഐ ഹാവ് ടു ബി, ഞാൻ എന്താവണം, എന്ത് ചെയ്യണം. അത് ആക്ടർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഹൗസ് ആയിക്കോട്ടെ, ഒരു പ്ലാൻ വേണം. ഇല്ലെങ്കിൽ ഇത് ഫിസിലായിട്ട് പോകുന്ന അറിയില്ല. നമ്മുടെ എന്താ പറയുക, പെപ്സി തുറന്ന് ഫിസിൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ ആയി പോകും ജീവിതം. അപ്പോൾ അതാണ്. അപ്പോൾ 10 years കഴിയുമ്പോൾ രൂപേഷ് പീതാംബരൻ എന്നുള്ള ആക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എവിടെ ഉണ്ടാവും? ഒരു പ്ലാൻ ഉണ്ടോ? ഞാൻ ഐ വിൽ ഹാവ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസ്. ഈ പ്രൊഡക്ഷൻ ഹൗസ് എന്താ പറയുക, ആസ്പയറിങ് ഫിലിം മേക്കേഴ്സിന് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ തിയേറ്റർ ആയിരിക്കില്ല, അത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ തിയേറ്ററിനെക്കാട്ടും ഉപരി ഞാൻ ഇപ്പോൾ ഡിജിറ്റലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ എൻ്റെ കേസ് പറയും, ഞാൻ എന്തുകൊണ്ടെന്ന് പറയണത് വേറെ ഒന്നുമില്ല, വിഷൻ വലുതാട്ടാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ നാളെ കണ്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു സീസണിന് ഒരു എപ്പിസോഡിന് അവർ സ്പെൻഡ് ചെയ്ത് $60 million ഒരു എപ്പിസോഡിന്. ഒരു സീസണിൽ 10 എന്താ പറയുക ഇതുണ്ട്. അപ്പോൾ $600 million ആണ് അവർ ഒരു സീസണിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതിലത്തെ ക്യാൻവാസ് ഇസ് ജൈജാൻറ്റിക്, ഇറ്റ്സ് ഹ്യൂജ് ആൻഡ് മാസിവ്. അപ്പോൾ അത് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അവർ കാണിച്ചിട്ടില്ല. നമ്മൾ ആ ഗെയിം ഓഫ് ത്രോൺസ് ലാപ്ടോപ്പിലും ടി വിയിലും മൊബൈലിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഡിജിറ്റലിനെ മൊത്തത്തിലായിട്ട് ഒഴിവാക്കി വിടാൻ പാടില്ല. തിയേറ്ററിക്കൽ സിനിമകൾ വരണം. ഇപ്പം ഫെസ്റ്റിവൽ സമയത്ത് നമ്മളിപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിക്കുന്ന പോലെ അതും വേണം, വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതും പോസിബിളാണ്. ഇപ്പം നമ്മൾ കോണ്ടൻറ്റ് നമുക്ക് തിയേറ്റർ, ഞാൻ പറഞ്ഞു ഇപ്പോൾ വത്സല ക്ലബ് പോലത്തെ സിനിമ, ഇതിൻ്റെ പ്രൊഡ്യൂസർ ജിനി സിനിമയോട് ഭയങ്കര പാഷനേറ്റ് ആയതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര റിസ്ക്കാണ്. സ്റ്റാർ കാസ്റ്റിൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 40-50 തിയേറ്ററിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഈ പടം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോ കൗണ്ട് കൂടും, തിയേറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കൂടും, അതൊക്കെയുണ്ട്. പക്ഷെ അദ്ദേഹം എടുക്കുന്ന റിസ്ക് ഗംഭീര റിസ്ക്കാണ്. അപ്പം ഞാൻ പക്ഷെ എത്ര ജിനി നമ്മുടെ മലയാള സിനിമയിലുണ്ട് എനിക്ക് അറിയില്ല. എനിക്ക് ജിനിയോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ഈ പടം വിജയിക്കണം, ജിനിക്ക് കാശ് കിട്ടണമെന്ന് ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. കാരണം എന്നാൽ മാത്രമേ വത്സല ക്ലബ്ബ് പോലത്തെ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ചെറിയ സിനിമകൾ ഇനിയും വരുള്ളൂ, വരുള്ളൂ. അപ്പോൾ എനിക്ക് അപ്പോൾ എഗെയിൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്കി ബിസിനസ്. പക്ഷെ അതിനെക്കാട്ടും നല്ലത് പേപ്പർ വ്യൂ എന്ന് പറഞ്ഞിട്ട് OTT ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മൾ ഇതേ പബ്ലിസിറ്റി അവിടെയും ചെയ്യണം. പക്ഷേ നമുക്കറിയാം വേൾഡ് വൈഡ് റിലീസായിരിക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നന്നായി ഓഡിയോ മാത്രമേ തമിഴ്നാട്ടിൽ കാണിക്കാൻ പറ്റൂ, തമിഴ്നാട്ടിൽ നന്നായി ഓഡിയോ മാത്രമേ ബോംബെ കാണിക്കാൻ പറ്റൂ, ഇന്ത്യയിൽ നന്നായി ഓഡിയോ മാത്രമേ ഓവർസീസ് പോവുള്ളൂ. ചെറിയ സിനിമകളുടെ പ്രശ്നം ഞാൻ പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, പടം ചെയ്തിട്ട് പേപ്പർ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആമസോൺ പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് വ്യൂയും കിട്ടും, പബ്ലിസിറ്റി ചെയ്താൽ മതി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഈ പറയുന്ന കാശ് അവിടെ നിന്നും പേപ്പർ വ്യൂ എന്ന് പറയുമ്പോൾ കാണുന്നത് പോലെ എമൗണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ചില സിനിമകളുടെ പേപ്പർ വ്യൂവിൻ്റെ കേട്ടു, ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റുമോ, മനസ്സിലായോ? പക്ഷേ അത് ആരും ചെയ്തിട്ടില്ല.
സോ ഐ വോണ്ട് ഡു ദാറ്റ്. മിക്കവാറും ഞാനത് പറഞ്ഞു, അപ്പോൾ ചെയ്ത സിനിമ മിക്കവാറും ഞാൻ ആ ഒരു മോഡൽ ഞാൻ ചെയ്യുന്നു. OTT-ലാവും ഡയറക്റ്റ് OTT റിലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോകും. വേണ്ട പബ്ലിസിറ്റി ഞാൻ തിയേറ്ററിൽ കൊടുക്കുന്ന പബ്ലിസിറ്റി ഞാൻ ചെയ്യുകയും ചെയ്യും. കാരണം ആൾക്കാരെ അറിയണമല്ലോ. എന്നിട്ട് ആ മോഡൽ നോക്കും. ആ മോഡൽ വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്, എൻ്റെ കേസിൽ അപ്പോൾ എനിക്ക് പുതിയ ആൾക്കാർ കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടം. ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, പുതിയ ആൾക്കാർ വരണം. കാരണം അവരുടെ ഉള്ളിലുള്ള ഫയർ ഉണ്ടല്ലോ, സീസണിൻ്റെ ആൾക്കാർ. ആക്ച്വലി ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് റിസ്ക് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ബഡ്ജറ്റ് നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാണ്ട് ഒരു മിനിമം ബഡ്ജറ്റിൽ ഞാനൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാർ വെച്ചിട്ട് അതിൻ്റെ ആ കോണ്ടന്റിൽ ഭയങ്കര ഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ റിസ്ക് ഇല്ല. അതേ ബഡ്ജറ്റ് ഞാൻ പിടിക്കുന്നതാണ്. ഇതിന് അപ്രിസിയേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര പുതിയ ടെക്നീഷ്യൻസിനും പുതിയ ആക്ടേഴ്സിനുമാണ് ചെയ്യുന്നത്. ഇപ്പം മലയാള സിനിമയിൽ അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അത് വിപിൻ ദാസ്. വാഴ അതെ അതെ അതെ, ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ. ഇപ്പോൾ വാഴ 2 വരുന്നു. വിപിനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പുതിയ ടെക്നീഷ്യൻസിനും പുതിയ ആക്ടേഴ്സിനും അവസരം കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഞാൻ കേട്ടത് ശരിയാണെന്ന് എനിക്കറിയില്ല, മറ്റേ സന്തോഷ് ട്രോഫി, പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യുന്ന സന്തോഷ് ട്രോഫി എന്നൊരു സിനിമ, അതിൽ വിപിൻ എന്താ പറയുക യൂട്യൂബിൽ ഭയങ്കര ഫെയിം കിട്ടിയ പിള്ളേരെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, മനസ്സിലായി. അപ്പോൾ അവർക്കൊരു അവസരമാണ്, പുതിയ ആൾക്കാർ വരണമെന്നേ. അപ്പോൾ അപ്പോഴാണ് ഈ പറഞ്ഞ ഫ്രഷ്നെസ്സും കാര്യങ്ങളും. നമുക്ക് ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത പുതിയ കോണ്ടന്റ് ചിലപ്പോൾ വരും, ക്രിയേറ്റഡ് ആവും. അപ്പോൾ പുതിയ ആൾക്കാർ അവസരം കൊടുക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഒരു ദുൽഖർ സൽമാൻ വിചാരിച്ചപ്പോഴാണ് എനിക്ക് തീവ്രം, പുതിയ ആളെ എനിക്ക് തീവ്രം ചെയ്യാൻ പറ്റും. അപ്പോൾ ദുൽഖർ ഇപ്പോഴും അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുൽഖർ പുതിയ ടാലൻസിനെ കണ്ടുപിടിക്കുന്നു, കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ദുൽഖറില്ലായിരുന്നെങ്കിൽ ലോക പോലത്തെ സിനിമ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ലോക പോലത്തെ സിനിമ സംഭവിക്കുന്നതിൻ്റെ ഓബിയസ്ലി അതിൻ്റെ ഡയറക്ടറും റൈറ്റേഴ്സും